ലൈംഗിക പീഡനം ചെറുക്കാൻ പെൺകുട്ടി ജനനേന്ദ്രിയം മുറിച്ചുമാറ്റിയ സ്വാമി ഗംഗേശാനന്ദ സ്വാമിക്ക് കേരളത്തിലെ സംഘപരിവാർ സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്ത്. മുഖ്യമന്ത്രിയെ കണ്ട സംഘപരിവാർ സംഘത്തിലും ഗംഗേശാനന്ദ ഉണ്ടായിരുന്നു. കുമ്മനവുമായി സ്വാമിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും സൂചന. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ. ജിതിൻ, വിശദാംശങ്ങൾ. ഗംഗേശാനന്ദ തീർത്ഥപാത എന്നറിയപ്പെടുന്ന ഹരിക്ക് സംഘപരിവാർ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഗംഗേശാനന്ദയ്ക്ക് ഉണ്ടായിരുന്നത്. സംഘപരിവാറിന്റെ സമരങ്ങളിലും മറ്റും സ്ഥിരമായ സജീവ സാന്നിധ്യമായിരുന്നു ഗംഗേശാനന്ദ. ഇപ്പോൾ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ അതിന് തെളിവാണ്. 2010 മലബാറിലെ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന് ക്ലിഫ് ഹൗസിൽ എത്തി നിവേദനം നൽകാനെത്തിയ സംഘത്തിന്റെ ദൃശ്യങ്ങൾ, ഫോട്ടോയാണ് നമ്മൾ ആദ്യം കണ്ടത്. കുമ്മനം രാജശേഖരനൊപ്പം ഉള്ള സംഘത്തെ നയിച്ചത് തന്നെ ഗംഗേശാനന്ദയാണ്. ഗംഗേശാനന്ദയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാരുടെ സംഘമാണ് അന്ന് VS അച്യുതാനന്ദനെ സന്ദർശിച്ച് നിവേദനം നൽകിയിരുന്നത്. അന്നത്തെ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തോട് ഒപ്പം കാണാം. ഒപ്പം മറ്റൊരു ചിത്രം, മറ്റൊന്ന് ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി സംഘടിപ്പിച്ച സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഉന്നത നേതൃസമ്മേളനത്തിന്റെ കൺവീനറും ഇയാളായിരുന്നു. അതിന്റെ ചിത്രങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ കാണുന്ന ചിത്രം ചട്ടമ്പി സ്വാമി പ്രതിമ രഥയാത്രയുടേതാണ്. ഈ രഥയാത്ര നയിച്ചത് ഗംഗേശാനന്ദയായിരുന്നു. കണ്ണമ്മൂലയിൽ നിന്നും ഏഴുമാറ്റൂരിലേക്കായിരുന്നു അന്ന് രഥയാത്ര നടന്നത്. ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകളുടെയും സംഘപരിവാർ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് ഗംഗേശാനന്ദ. ഈ രണ്ട് പരിപാടികളിലും ഇന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനായ കുമ്മനം രാജശേഖരനുണ്ട്. അദ്ദേഹത്തെയും നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം. ഇത്തരത്തിൽ പന്മന ആശ്രമത്തിൽ ഉള്ളപ്പോഴും പിന്നീടും BJP നേതാക്കളുമായും അടക്കം സംഘപരിവാർ സംഘടനകളുമായും എല്ലാം അടുത്ത ബന്ധമാണ് ഗംഗേശാനന്ദയ്ക്ക് ഉണ്ടായിരുന്നത്. സംഘപരിവാർ സംഘടനകളുടെ ഇത്തരത്തിലുള്ള പരിപാടികളിലെല്ലാം തന്നെ സജീവമായ സ്ഥിര സാന്നിധ്യവുമായിരുന്നു ഗംഗേശാനന്ദ. ഈ ചിത്രങ്ങളെല്ലാം തന്നെ അതിന് തെളിവാണ്. കൂടുതൽ ചിത്രങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും സംഘപരിവാർ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമാണ് ഗംഗേശാനന്ദയ്ക്ക് കാലങ്ങളായി ഉണ്ടായിരുന്നത്. സൗമ്യ, ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ജിതിൻ, സ്വാഭാവികമായും ഇത്തരത്തിലുള്ള എന്തെങ്കിലും മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഷേധ പരിപാടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും രഥയാത്രകളോ ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്വാമിമാരെ ഉൾക്കൊള്ളിക്കാറുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഉള്ള ഒരു ബന്ധമാണ് ഗംഗേശാനന്ദയ്ക്ക് ഈ സംഘടനകളുമായി ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതല്ലേ. പ്രത്യേകിച്ച് ഈ രഥയാത്ര തന്നെ അദ്ദേഹം തന്നെ ആയിരുന്നു നയിച്ചിരുന്നത്. അത്തരത്തിൽ വളരെ ഡയറക്റ്റായി തന്നെ ഹിന്ദു ഐക്യവേദിയുമായും അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഘടനകളുമായും കുമ്മനവുമായും ഒക്കെ ഡയറക്റ്റായി ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ലേ? തീർച്ചയായും സൗമ്യ. 2010 നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിൽ 2010 അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ സന്ദർശിക്കാനെത്തുന്ന സന്യാസിമാരുടെ സംഘത്തെ നയിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്, അന്ന് ഈ സന്യാസി സംഘത്തെ അന്നത്തെ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ഈ സംഘത്തെ നയിക്കുന്നത് തന്നെ അദ്ദേഹമാണ്. അപ്പോൾ തന്നെ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സംഘപരിവാർ സംഘടനകളും മറ്റുമായി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ബന്ധം അല്ലെങ്കിൽ അതിന്റെ നേതൃതലത്തിൽ നിൽക്കുന്ന ആളായിരുന്നു അന്ന് തന്നെ ഗംഗേശാനന്ദ എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്തരത്തിലുള്ള ആളായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അന്ന് ഈ VS അച്യുതാനന്ദനെ കണ്ട് നിവേദനം നൽകിയ സംഘത്തെ നയിച്ചത് അദ്ദേഹമാണ്. പിന്നീട് ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലമായ കണ്ണമ്മൂലയിൽ നിന്ന് ചട്ടമ്പി സ്വാമി പ്രതിമ രഥയാത്ര ആരംഭിച്ചപ്പോൾ അത് നയിച്ചതും ഈ ഗംഗേശാനന്ദയായിരുന്നു. അതിലും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പങ്കെടുത്തിരുന്നു. അതിന് ഒരു സ്ഥലത്ത് നൽകിയ സ്വീകരണത്തിന്റെ ചിത്രമാണ് ഇത്. അതിൽ കുമ്മനം രാജശേഖരനുണ്ട്. ഒപ്പം ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി സംഘടിപ്പിച്ച സന്യാസി ശ്രേഷ്ഠന്മാരുടെ സംഗമത്തിന്റെ കൺവീനർ അദ്ദേഹമായിരുന്നു. ആറന്മുള സമരത്തിലും ഇദ്ദേഹം സ്ഥിര സാന്നിധ്യമായി സജീവമായി കുമ്മനത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന വിവരമാണ് മറ്റൊരു കാര്യം. ഇതുമായി ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത അതാണ്. ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകളുമായി, സംഘപരിവാർ സംഘടനയുടെ നേതൃതലത്തിലുള്ള നേതാക്കളുമായെല്ലാം തന്നെ വളരെ അടുത്ത ബന്ധം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുടെ പരിപാടികളിലെല്ലാം ഇയാൾ സ്ഥിര സാന്നിധ്യമായിരുന്നു. സജീവമായി തന്നെ അതിനെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളായിരുന്നു ഗംഗേശാനന്ദ. വളരെ കാലമായി പന്മന ആശ്രമത്തിലെ അന്തേവാസിയുമാണ് ഇയാൾ. പന്മന ആശ്രമം ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ട്. അയാൾക്ക് 15 വർഷമായി ആശ്രമവുമായി ബന്ധമില്ല എന്ന രീതിയിൽ ആശ്രമം ഈ വാർത്ത വന്ന ശേഷം പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ പോലീസ് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് പന്മന ആശ്രമത്തിലെ അന്തേവാസി തന്നെയാണ് ഇയാൾ എന്നതാണ്. അതേസമയം പന്മന ആശ്രമം പറഞ്ഞത് 15 ദിവസം മുമ്പ് അയാൾ അവിടെ വന്നു പോയത് ഒഴിച്ചാൽ 15 വർഷമായി ഇയാൾക്ക് ബന്ധമില്ല എന്നതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഏറ്റവും ഇപ്പോൾ വിശ്വാസത്തിലെടുക്കാനാവുക നിലവിൽ പോലീസ് വെർഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് പന്മന ആശ്രമത്തിലെ അന്തേവാസിയാണ് ഇയാൾ എന്നതാണ്.
ഒപ്പം തിരുവനന്തപുരത്തെ മറ്റ് ചില ആശ്രമങ്ങളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ ഒരു ആശ്രമവുമായുള്ള ബന്ധത്തിലൂടെയാണ് അതുവഴിയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി ഇയാൾക്ക് പരിചയമുണ്ടാകുന്നതും പിന്നീട് 5 വർഷത്തിലേറെയായി ഈ കുടുംബത്തിലെ സ്ഥിര സാന്നിധ്യമായി നിത്യസന്ദർശകനായി ഇയാൾ മാറുന്ന അവസ്ഥയുണ്ടായതും ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ചികിത്സയ്ക്കും അച്ഛൻ്റെ രോഗമുക്തി വരുത്താനുള്ള പൂജകൾ താൻ ചെയ്യാമെന്നും അറിയിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കുടുംബത്തിലെത്തുന്നതും ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതും പിന്നീട് ഈ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗംഗേഷ് ആനന്ദയ്ക്ക് കേരളത്തിലെ തന്നെ സംഘപരിവാർ സംഘടനകളുടെ നേതൃതലത്തിലുള്ള ആളുകളടക്കം വലിയ അടുത്ത ബന്ധവും സംഘപരിവാർ സംഘടനകളിൽ സ്വാധീനവും സജീവ സാന്നിധ്യവുമായിരുന്നു ഇയാൾ എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. സൗമ്യ, ഇവിടെ ജിതിൻ ഒരു കാര്യം വ്യക്തമാകുന്നു. ഒരുപക്ഷെ 2010 ഈ ഒരു മുഖ്യമന്ത്രിയെ സന്ദർശിക്കുന്ന ആ ഒരു കാര്യം അടക്കമുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അയാൾ ഉൾപ്പെട്ടിരുന്നു എന്നതുകൂടി ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് +2 പഠിക്കുമ്പോൾ മുതലേ ഇത്തരത്തിൽ ഇയാളിൽ നിന്നും പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു എന്ന്. ഒരുപക്ഷെ അത്തരം സമാനമായ വിഷയങ്ങൾ, സമാനമായ കുറ്റകൃത്യങ്ങൾ അയാൾ അപ്പോഴും ചെയ്തുകൊണ്ടിരുന്നിരിക്കണം. ഒരുപക്ഷെ ആ ഒരു കാലയളവ് കൂടി പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അത് വ്യക്തമായി തന്നെ ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. +1 പഠന സമയം മുതൽ തന്നെ ഇയാൾ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നതാണ് പോലീസിന് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. 5 വർഷത്തിലേറെയായി ഈ കുടുംബവുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. അന്നു മുതൽ തന്നെ ഇയാൾ അവിടെ വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ താൻ +1 പഠിച്ച അന്നു മുതൽ തന്നെ ഇയാൾ തന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പോലീസിന് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അമ്മയുടെ ഒത്താശയോടുകൂടിയാണ് ഇയാളുടെ പീഡനം നടന്നിരുന്നത് എന്നതാണ് ഈ കേസിലെ എടുത്തു പറയേണ്ട ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ സംഭവങ്ങളെല്ലാം പുറത്തെത്താൻ വൈകിയത് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അമ്മയുടെ ഒത്താശ ഈ സ്വാമിക്കാണ് ലഭിച്ചിരുന്നത് എന്നതിനാൽ പെൺകുട്ടിയുടെ എതിർപ്പുകൾ അവിടെ ഫലം കണ്ടു കാണില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതിനാലാണ് ഈ വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെൺകുട്ടി തന്നെയാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നത്. അന്ന് +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അത് ചെയ്യാനുള്ള ധൈര്യമോ പിന്തുണയോ അന്ന് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇത്തരം ഈ സംഭവം പുറത്തെത്താതിരുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ പീഡനം നിരന്തരം ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതിരോധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാത്രി തനിക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ പെൺകുട്ടി തൻ്റെ കയ്യിൽ കത്തി കരുതിയിരുന്നു. പിന്നീട് പീഡിപ്പിക്കാനായി ഈ സ്വാമി തന്നെ സമീപിച്ചപ്പോൾ തന്നെ താൻ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾ ഈ വിഷയങ്ങൾ അറിഞ്ഞ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെയും ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് സ്വാമി ഗംഗേശാനന്ദ ഉള്ളത്. അവിടെ വരുന്നവരോടൊക്കെ കയർത്ത് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്വാമി സ്വീകരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാധ്യമങ്ങളോടും അവിടെ ദൃശ്യങ്ങൾ എടുക്കാൻ ചെന്ന മാധ്യമങ്ങളോടും ഇയാൾ തട്ടിക്കയറുകയുണ്ടായി. എവിടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോയ ശേഷം എത്താം. ഹോസ്പിറ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സയിലാണ്. ജിതിൻ, ഒരുപക്ഷെ നമ്മൾ ആദ്യം ഏതോ ഒരു സ്വാമി എന്ന രീതിയിൽ ഒരു വാർത്ത വന്നെങ്കിലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ വരുമ്പോൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും പുതുതായി ആ ദൃശ്യങ്ങൾ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നു. ആ വിധത്തിൽ ഒരു ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ പോലും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലൊക്കെ സംഘപരിവാർ സംഘടനകൾ മുന്നിൽ നിർത്തിക്കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു, അല്ലെങ്കിൽ സ്വാമി എന്ന ആ ഒരു പൊസിഷൻ
വല്ലാതെ ദുരുപയോഗം ചെയ്തിരുന്നൊരു വ്യക്തിയാണ് എന്നുകൂടിയൊക്കെ മനസ്സിലാകുമ്പോഴാണ് ഒരുപക്ഷെ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം കൂടുതൽ ശക്തമാകുന്നത്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? സംഭവിച്ച എന്തൊക്കെയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? സൗമ്യ, ഹരി എന്നാണ് ഗംഗേശാനന്ദ തീർത്ഥപാദർ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ 54-കാരൻ്റെ യഥാർത്ഥ നാമം. എറണാകുളം കോലഞ്ചേരി സ്വദേശിയാണ് ഇയാൾ. 15 വർഷത്തിലേറെയായി ഇയാൾ കൊല്ലം പന്മന ആശ്രമത്തിലെ അന്തേവാസിയാണ്. തുടർന്ന് മറ്റ് സ്വാഭാവികമായും ദക്ഷിണ കേരളത്തിലെ മറ്റ് ആശ്രമങ്ങളുമായും ഇയാൾക്ക് അടുത്ത ബന്ധവും അവിടെ സ്ഥിരം സന്ദർശിക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ തിരുവനന്തപുരത്തെ ഒരു ആശ്രമത്തിലെ ഇയാൾ സ്ഥിരം എത്താറുണ്ടായിരുന്നു. ആ ആശ്രമത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മയും പോകാറുണ്ടായിരുന്നു. അത്തരത്തിൽ അവിടെ നിന്നുള്ള പരിചയമാണ് പിന്നീട് ഈ കുടുംബത്തിലേക്ക് എത്തുന്ന നിലയുള്ള കാര്യങ്ങൾ സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് പോലീസ് പറയുന്ന വിവരം. പിന്നീട് 5 വർഷത്തിലേറെയായി ഈ കുടുംബത്തിലെ സന്ദർശകനായിരുന്നു ഇയാൾ. 5 വർഷത്തിലേറെയായി ഈ കുടുംബത്തോട് ഇയാൾക്ക് പരിചയമുണ്ട്. ഈ പെൺകുട്ടി +1 പഠിക്കുന്ന സമയമായിരുന്നു അന്ന് മുതൽ തന്നെ പെൺകുട്ടിക്ക് എതിരെ ലൈംഗിക അതിക്രമം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അമ്മ അന്ന് ഇയാൾക്ക് പിന്തുണ നൽകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ അവരുടെ ഭർത്താവിന്, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനെ, തളർന്ന് കിടക്കുന്ന അച്ഛനെ ചികിത്സിക്കാനും അച്ഛൻ്റെ രോഗമുക്തിക്കായുള്ള പൂജകൾ ചെയ്യാനുമായിരുന്നു ഇയാൾ വീട്ടിൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ഇയാളെ പിന്തുണയ്ക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഈ പെൺകുട്ടി അമ്മയെ അറിയിച്ചിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അമ്മയിൽ നിന്നുള്ള പിന്തുണ കിട്ടാത്തതിനാൽ പെൺകുട്ടി ഇത് നിവർത്തികേടുകൊണ്ട് അനുഭവിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് നിരന്തരം 5 വർഷവും തുടർന്നു എന്നതാണ് ഗുരുതരമായ കാര്യം. പിന്നീട് ഈ ഒരു പ്രതിരോധവും ഏറ്റവും വലിയ പ്രതിരോധം ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ നിവർത്തികേടിനൊടുവിൽ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയും ലൈംഗികാതിക്രമം ആവർത്തിക്കുമെന്ന് മുന്നിൽ കണ്ടാണ് ഈ പെൺകുട്ടി തൻ്റെ കയ്യിൽ നേരത്തെ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇയാളുടെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുന്ന അവസ്ഥയുണ്ടായത്. പിന്നീട് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് അർദ്ധരാത്രി 1 മണിയോടുകൂടി ഈ പെൺകുട്ടി വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് പോലീസ് എത്തി ഇയാളെ ഈ കണ്ണമൂലയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയകൾ അയാൾക്ക് കഴിഞ്ഞ ദിവസം നൽകി കഴിഞ്ഞു. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ സർജിക്കൽ വാർഡിലാണ് ഗംഗേശാനന്ദ ഉള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇപ്പോൾ ഇയാൾ ഗുരുതര നിലയിലും ഒന്നുമല്ല. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മാത്രമായിരിക്കും പോലീസിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാവുക. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞത് താൻ സ്വയം തന്നെയാണ് ഇത്തരത്തിൽ ശരീരത്തിൽ മുറിവേൽപ്പിച്ചത് എന്നാണ്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പീഡനം നടന്നിട്ടില്ല എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഗംഗേശാനന്ദ ഇത്തരത്തിൽ പോലീസിന് മൊഴി നൽകിയത് എന്നാണ് പോലീസിന്റെ വിവരം. പ്രാഥമികമായ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ഇയാൾ ഇത് പറഞ്ഞതിനൊപ്പം തന്നെ ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഡോക്ടർമാരോടും ഇയാൾ ഇത്തരത്തിൽ തന്നെയാണ് വിവരം നൽകിയത്. താൻ തന്നെയാണ് ഈ കൃത്യം ചെയ്തത് എന്നതാണ് ഗംഗേശാനന്ദ ഇന്നലെ പറഞ്ഞിരുന്നത്. എന്തായാലും ഗംഗേശാനന്ദയ്ക്കെതിരെ ഇപ്പോൾ 2 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒന്ന്, കുട്ടികൾക്കെതിരെയുള്ള പീഡനം തടയുന്ന വകുപ്പായ പോക്സോ നിയമപ്രകാരവും, ഒപ്പം ബലാത്സംഗ കേസ് ആണ് ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്നത്. ഈ കുട്ടി ഇപ്പോൾ യുവതിയാണ്. ഇപ്പോൾ 23 വയസ്സായിട്ടുണ്ട് ഈ യുവതിക്ക്. എന്നാലും 17 വയസ്സ് മുതൽ തന്നെ ഈ പീഡനം നേരിട്ടു എന്നതിനാലാണ് പോക്സോ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഈ പെൺകുട്ടിയുടെ അമ്മയുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പീഡനം വർഷങ്ങളായി നടന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 5 വർഷത്തോളമായി സ്വാമി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ. പെൺകുട്ടിയുടെ അമ്മയ്ക്കും സ്വാമിക്കുമെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തതായും കമ്മീഷണർ അറിയിച്ചു. നമുക്ക് കിട്ടിയ ഒരു അപ്രോക്സിമേറ്റ്ലി 1 മണി സമയത്താണ് ഈ കുട്ടി പീഡിപ്പിച്ച സമയത്ത് അവിടെയുള്ള കത്തി വെച്ചിട്ട് പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് ഓടി പോലീസ് സ്റ്റേഷനിൽ വിഷയം അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അതാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എടുത്ത ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സംഗതികളെല്ലാം എന്താണ് നടന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ FIR ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിലാണ്. FIR കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും. 11ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ. ഇപ്പോൾ പോക്സോ കേസ് പിന്നെ റേപ്പ് കേസ് നമ്മളാണ് ഉള്ളത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച സ്വാമി വേദപഠനം പൂർത്തിയാക്കിയത് കൊല്ലം ചവറ പന്മന ആശ്രമത്തിൽ. ചവറ പോലീസ് മഠം അധികൃതരുടെ മൊഴിയെടുത്തു. രാജ്കുമാർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, ഈ വിഷയത്തിൽ പന്മനാശ്രമം അധികൃതർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങളും.
സംഭവം വിവാദമായതോടെ ചവറ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് ചവറ പന്മന ആശ്രമത്തിലെത്തി മഠ അധികൃതരെ കണ്ടത്. ഇതിൽ മഠം അധികൃതർ നൽകിയിരിക്കുന്ന വിശദീകരണം ഇപ്രകാരമാണ്. 10 വർഷം മുമ്പാണ് ഈ പറയപ്പെടുന്ന പ്രതിയായിട്ടുള്ള സ്വാമി, അയാൾ 10 വർഷം മുമ്പ് വേദപഠനം പൂർത്തിയാക്കി ഈ മഠവുമായുള്ള ബന്ധം വേർപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ കണ്ണമൂലയുള്ള ആശ്രമത്തിലാണ്. ഇവിടെ ഉത്സവ സാഹചര്യങ്ങളിൽ മാത്രമാണ് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസിമാർ ഇവിടെ ഒത്തുചേരാറുണ്ട്. അതിന്റെ ഭാഗമായി ഇയാൾ വന്നു പോകുന്നുവല്ലാതെ ഈ മഠവുമായി ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് മഠം അധികൃതർ പോലീസിന് നൽകിയിരിക്കുന്ന വിശദീകരണം. മാത്രമല്ല, ഇയാൾ മുമ്പൂടെ ഈ വേദപഠനം നടത്തിയിരുന്ന സമയത്തുള്ള വിശദാംശങ്ങളും അതിന്റെ രേഖകളും മുഴുവനും പോലീസിന് കൈമാറുമെന്നും മഠം അധികൃതർ പോലീസിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടിയെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈംഗിക പീഡനം തടയാൻ പെൺകുട്ടി ചെയ്തത് ധീരമായ നടപടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് നല്ല ഉദാത്തമായ ഒരു കാര്യമാണ്. അത് നല്ല ധീരമായ നടപടിയാണ്, അതിനകത്തൊരു സംശയമില്ല. അത് അല്ല, ശക്തമായ നടപടി ഉണ്ടായല്ലോ, അതിന് പിന്തുണ കൊടുക്കാതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകത്തില്ല. കൊടും വരൾച്ചയിൽ വയനാടൻ കാടുകളിൽ ഇക്കൊല്ലം ചരിഞ്ഞത് 18 കാട്ടാനകൾ. ബന്ദിപ്പൂർ മുതുമല വനമേഖലകളിൽ കൂടി ഉൾപ്പെടുത്തിയാൽ മരണപ്പെട്ട കാട്ടാനകളുടെ എണ്ണം 38 ആണ്. വനത്തിലെ വരൾച്ചയ്ക്ക് പരിഹാരമായി വനംവകുപ്പ് 7.20 ലക്ഷം ലിറ്റർ വെള്ളം കുളങ്ങളിലും മറ്റും നിറച്ചുവെങ്കിലും ഇതെല്ലാം ഭാഗികമായ ഗുണം ചെയ്തുള്ളൂ. അഹല്യ ദേശീയ നൃത്തോത്സവത്തിന് പാലക്കാട് വാളയാർ അഹല്യ ക്യാമ്പസിൽ തുടക്കമായി. മുദ്ര നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ പി മേരിക്കുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജർ പത്മശ്രീ കൃഷ്ണകുമാർ, IIT പാലക്കാട് ഡയറക്ടർ PB സുനിൽകുമാർ, അഹല്യ മാനേജിംഗ് ട്രസ്റ്റി അജിത് പ്രസാദ്, ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ RVK വർമ്മ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടൻ വിനീതും സംഘവും അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ നൃത്തം അരങ്ങേറി. 9 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര താരങ്ങളായ ശോഭന, ആശ ശരത് തുടങ്ങി നിരവധി പ്രമുഖ നർത്തകികൾ പരിപാടികൾ അവതരിപ്പിച്ചു.